പൊങ്കാലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV ചാക്കോ ഗോൾഡൻ ഡയമണ്ട്സ് അങ്കമാലി. തണൽ ഗ്രാൻഡ്മ ഹോം ശ്രീമൂല് നഗരം ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം ആഘോഷിച്ചു. സിനിമാ താരങ്ങളായ ടിനി ടോം, വിഷ്ണു ഉണ്ണികൃഷ്ണൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ചെയർമാൻ അബ്ദുൾ കരീം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി PI സമദ് തണലിനെ പരിചയപ്പെടുത്തി. മിമിക്രി അവതരിപ്പിച്ചും പാട്ടുപാടിയും സദസ്സിനെ ചിരിപ്പിച്ച മുഖ്യ അതിഥികൾക്ക് ചെയർമാൻ അബ്ദുൾ കരീം, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഡേവിസ് എന്നിവർ ഉപഹാരങ്ങൾ കൈമാറി. അവാർഡ് കൈമാറുന്നത് നമ്മുടെ ചെയർമാനാണ്, കരീം കയാണ്. അപ്പോൾ ഇത് തണൽ ഗ്രാൻഡ്മ ഹോമിന്റെ ഒരു സ്നേഹോപഹാരമാണ്. ഈ എന്താണ് തണലെന്നും അവിടെയുള്ള അമ്മമാരും എന്താണെന്നും മനസ്സിലാക്കിയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആ ഷൂട്ടിംഗാണ് ഒരു വാക്കുകൊണ്ട് ഒഴിവാക്കാം. പക്ഷെ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹവും ആവശ്യവും. കാരണം ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള രക്തബന്ധുക്കളെ കാണാൻ സാധിക്കുന്നത്. നമ്മളിപ്പോൾ ദിവസവും പല പരിപാടികൾക്ക് കൊണ്ട് അതെല്ലാം കൊമേഴ്ഷ്യൽ പരിപാടികളാണ്, ടിക്കറ്റ് വെച്ച് വെക്കുന്നതും അല്ലാത്തതുമായിട്ടുള്ള ഈ ബന്ധങ്ങളില്ലാത്ത, അതായത് ദ്രവ്യം കിട്ടുന്ന, അതായത് കാശ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള പരിപാടി. പക്ഷെ ഇതിൽ വന്നെത്തേണ്ടത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നമ്മളെ തെരഞ്ഞെടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം എൻ്റെ ആദ്യത്തെ സിനിമ എന്ന് പറഞ്ഞ പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദ സെയിൻ്റാണ് ഞാൻ സിനിമയിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അതിൽ ഫ്രാൻസിസ് അസീസി പ്രത്യക്ഷപ്പെട്ടിട്ട് പ്രാഞ്ചിയേട്ടനോട് പറയുന്നൊരു ഡയലോഗുണ്ട്. പ്രാഞ്ചിയേട്ടൻ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ സിനിമയിൽ എത്തിയത്, ആ പടത്തിലേക്ക് എത്തിയത്. അപ്പോൾ ഈ ഫ്രാൻസിസ് അസീസി എന്താന്ന് ചോദിക്കുമ്പോൾ, എന്താ നിനക്ക് വേണ്ടതെന്ന് പറയുമ്പോൾ, ഇദ്ദേഹത്തിന് പത്മശ്രീ വേണം, എനിക്ക് ഒരുപാട് കാശ് വേണം, പ്രശസ്തി വേണമെന്ന് പറയുമ്പോൾ ഫ്രാൻസിസ് അസീസി പറയുന്നത് ഇങ്ങനെയാ: സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരല്ല, ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവാൻ. അപ്പൊ ഇത് ബൈബിളിലോ ഖുറാനിലോ ഭഗവത്ഗീതയിലോ എഴുതിയിട്ടില്ല. അപ്പൊ ഞാൻ എൻ്റെ സംവിധായകനായ രഞ്ജിത്തിനോട് എന്താണ് ഇത് ഉദ്ദേശിച്ചത്, അപ്പൊ പറഞ്ഞത് എങ്ങനെയാണ്: സ്വർണം കൊണ്ട് ദൈവത്തിന് ഗോപുരം പണിയുന്നവരെ കണ്ടിട്ടുണ്ട്. അതായത് കോടികൾ മുടക്കിയിട്ട് അമ്പലവും പള്ളിയൊക്കെ പണിയാറുണ്ട്. പള്ളി പണിയണ്ടെന്നല്ല, ഞാൻ നിരീശ്വരവാദിയൊന്നും അല്ലട്ടോ, ഞാൻ കയ്യിൽ കുരിശായിട്ട് കിടക്കുന്നവന്. കോടികൾ മുടക്കി പണിയേണ്ട ഒരു ആലയം വേണം എന്നാണ് പറയുന്നത്. പക്ഷേ ദൈവത്തിന് വീട് വെച്ച് കൊടുക്കണ്ട നമ്മൾ, കാരണം ദൈവം നമുക്ക് വീട് വെച്ചിരുന്ന ഒരാളാണ്. പിന്നെ തിരിച്ച് നമ്മൾ എന്തോരം വീടുകളെ വെച്ച് കൊടുക്കുന്ന ദൈവത്തിന്. ഒരാളെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നവനാണ് പുണ്യവാനെന്ന്. ആ നടത്തുന്നവരാണ് ഇതിൻ്റെ ഗ്രാൻഡ്മ ഹോമിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. നമ്മൾ മനുഷ്യത്വം എന്ന് പറയുന്നത് പറയാമെന്നല്ലാണ്ട് എല്ലാവർക്കും അത് ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കുക എന്ന് പറയുന്നത് എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമല്ല. പക്ഷെ അതിനുവേണ്ടി ജീവനും ജീവിതം ഒഴിഞ്ഞു വെച്ച് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ പുറകിൽ നിൽക്കുമ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന ഇതുപോലെ ഇടയ്ക്കെങ്കിലും വന്ന് തല കാണിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതിന് വരാൻ കഴിഞ്ഞത് എൻ്റെ ഭാഗ്യമായിട്ട് കരുതാണ്. ഇതിനുവേണ്ടി നിൽക്കുന്ന എല്ലാവർക്കും എൻ്റെ പേരിലും കൂടി ഞാൻ നന്ദി അറിയിക്കുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും. പിന്നെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ സന്തോഷം എന്ന് പറഞ്ഞാൽ ടിനിച്ചേട്ടൻ വളരെ താത്വികമായിട്ടൊക്കെ സംസാരിക്കണ കേട്ടു. അത് സാധാരണ ഉണ്ടാവാറില്ല. സാധാരണ പുള്ളി എന്ത് പറഞ്ഞാലും ഏറിപ്പോവാറാ പതിവ്. ചേട്ടൻ വളരെ നന്നായിരിക്കണം. കാവിൽ വിളക്ക് തെളിച്ചവള്, കാത്തിരിക്കാന്ന് പറഞ്ഞവള്, കണ്ണോട് കണ്ണായിരുന്നവള്, മണ്ണോട് മണ്ണായി മറഞ്ഞവള്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്, കാണാൻ എന്തൊരു ചന്തമാണത്, കേൾക്കാൻ എന്തൊരു ഇമ്പമാണത്. നിങ്ങൾക്ക് കിട്ടുന്നത് 5000 രൂപയാണ്. യെസ്, 50,000 rupees. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: മലയാള സിനിമയിൽ ഷിറ്റ് എന്ന വാക്കിന് പ്രചുല പ്രചാരം നൽകിയ അതുല്യ പ്രതിഭാവിലാസക്കാരനായ നടനാരാണ്? Who introduced the word shit to the Malayalam film industry? Options: A. Varun Gopi, B. Chilli Gopi, C. Subhash Gopi, and D. Suresh Gopi. മോഹൻ ചട്ടമ്പറ. തണലിലെ സഹോദരിമാർ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PK സിറാജ്, സഹകാരികളായ ആസ്റ്റർ DM ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ലത്തീഫ് ഖാസിം, പവിഴം ഗ്രൂപ്പ് ചെയർമാൻ പവിഴം ജോർജ്, സലീം ബാബ, ഉണ്ണികൃഷ്ണൻ ചിറ്റൂർ, റോയൽ റഫീഖ്,
ശ്രീമുല നഗരം മോഹൻ, അൻസാർ നെടുമ്പാശ്ശേരി, PS നൌഷാദ്, കരുണാഭവനിലെ സിസ്റ്റർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നിശ്ചിത സമയത്തിനകം സൈക്കിൾ ചവിട്ടി സർക്കാർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങിയ സലീം കോട്ടപ്പുറത്തിനും ഉപഹാരം നൽകി ആദരിച്ചു. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TK അബ്ദുൾ സലാം, KS ഷാജഹാൻ, അബ്ദുഹി മുടിക്കൽ, AK അബ്ദുൾ സലാം, അബ്ദുൾ റഹ്മാൻ, സ്റ്റാഫുകളായ ഷാജഹാൻ വടകര, റമീസ്, അഞ്ജിത, ജസ്ന, തണൽ വനിതാ വാളണ്ടിയർ ടീമും പരിപാടിക്ക് നേതൃത്വം നൽകി. ജീവിതത്തിൻ്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട ഒരുപാട് സ്വപ്നങ്ങളോടുകൂടി ജീവിച്ചിരുന്നവർ ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഒരു പ്രത്യേക സന്ദർഭത്തിൽ അവിടെ ജീവിതത്തിൻ്റെ മനോനില തെറ്റി എല്ലാ സ്വപ്നങ്ങളും തകർന്നടിഞ്ഞ ഒരുപാട് മനുഷ്യർ നമ്മോടൊപ്പം ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അവരാരും പ്രത്യേകമായി അവർ ചെയ്ത് തെറ്റുകൊണ്ടല്ല അവർക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ നമുക്കിത് സംഭവിക്കാതിരുന്നത് നമ്മൾ ചെയ്ത നന്മ കൊണ്ടുമല്ല. തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ ചില തീരുമാനങ്ങളാണ്.